വീണ്ടും ഒരു നല്ല ദിവസം കൂടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും വചനം കേൾക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ഇന്നിപ്പോ നമ്മുടെ ഉപവാസം ഇത് തുടങ്ങിയിട്ട് 3-ാമത്തെ ദിവസമാണ്. വ്യാഴം, വെള്ളി, ശനിയായി ഇന്ന് നാളെ കൂടെ ആവുമ്പോൾ ഈ ആരാധന തീരും. എങ്കിലും നമുക്ക് 2-3 ദിവസം കൊണ്ട് വളരെ വലിയ പ്രവൃത്തികൾ ദൈവം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലെനിക്ക് ഒത്തിരി വലിയ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇടവിടാതെ ഇരിക്കുമ്പോൾ ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. അവരുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം സമയം ദൈവത്തോടു കൂടെ ചെലവഴിക്കുന്നു, ആ സമയം ഒന്നും നമുക്ക് പാഴല്ല. നമ്മൾ നോക്കിക്കേ, ഒരു 4 ദിവസം അവധി കിട്ടിയപ്പോ ദൂരെ ദേശങ്ങളിലേക്കൊക്കെ യാത്ര പോയവർ എത്രയുണ്ട് അല്ലേ? കുടുംബമായിട്ടൊക്കെ മറ്റു പല സ്ഥലങ്ങളിലായിരിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുക, അതിനൊരു പ്രതിഫലം ഇല്ലേ? ഉണ്ട്. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നമ്മുടെ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നുമില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ബലം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഹല്ലേലൂയ. നമ്മൾ ഓരോ നിമിഷവും ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ ശക്തിയെ പുതുക്കുകയാണ്. നമ്മുടെ ബലത്തെ നമ്മൾ പുതുക്കുകയാണ്. നമ്മുടെ അകത്തെ മനുഷ്യന്റെ ബലം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയ. അത് വലിയ കാര്യങ്ങളുണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ. അപ്പൊ പ്രാർത്ഥനയോട് നമ്മൾ ഇരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരാത്മനിറവ് പ്രാപിച്ചേ നമ്മൾ ഇവിടെ നിന്ന് പോകാവൂ. ഒരു പുതിയ ബലം പ്രാപിച്ചിട്ടേ നമ്മൾ ഇവിടെ നിന്ന് പോകാവൂ. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ബലത്തെ പറ്റിയാണ്. എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആ പുനരുത്ഥാന ശക്തിയുടെ ബലത്തെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. പലരുടെ ഉള്ളില് പരിശുദ്ധാത്മാവ് ഉണ്ട്, എന്നാൽ അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. എങ്ങനെ എനിക്ക് ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റും? എന്നെ ധാരാളം പേര് ചോദിച്ചിട്ടുണ്ട്, സിസ്റ്ററെ എങ്ങനെയാണ് ഈ ദൈവ സാന്നിധ്യത്തെ അറിയുന്നത്, തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണ് അത് അനുഭവിക്കാൻ കഴിയുന്നത്? അപ്പൊ നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച അന്നു മുതൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷേ നമുക്ക് പരിശുദ്ധാത്മാവിനെ മനസ്സിലാകുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല, അതിനെ അനുഭവിക്കാൻ കഴിയുന്നില്ല. അതിനെന്തൊക്കെയായിരിക്കും കാരണം? നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന കുറച്ച് കാരണങ്ങൾ പറയാമോ? യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾക്ക് കമന്റിലൂടെ രേഖപ്പെടുത്താം. നിങ്ങൾ ചിന്തിക്കുന്ന എന്തൊക്കെ കാരണങ്ങളാണുള്ളത്? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തതിനുള്ള കാരണങ്ങൾ നിങ്ങൾ പറയാമോ? എന്തെങ്കിലും പറയാമോ? നിങ്ങൾക്കറിയാവുന്നതുപോലെ പറഞ്ഞാൽ മതി. എന്താണ്? നമ്മളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലെന്ന് ആന്റി പറയുന്നുണ്ട്. പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ്. വേറെ അപ്പൊ എന്താ പറയുക? നിങ്ങളെന്താ പറയുന്നത്? എന്തുകൊണ്ട് നമുക്കതിനെ അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല? ലോകപ്രകാരമുള്ള ചിന്തകളും ഭാരങ്ങളും ഒക്കെ ഞെരുങ്ങുന്നത് കൊണ്ട് അതും ഒരു കാര്യമാണ്. അല്ലേ? അപ്പൊ എല്ലാവരും പറഞ്ഞപ്പോൾ അതിന്റെ ഉത്തരങ്ങൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാണ്. സിസ്റ്റർ എന്ത് പറയുന്നു? ദൈവത്തോട് ഏറ്റവും അടുത്ത് വന്നാൽ മാത്രമേ നമുക്ക് പാപജീവിതത്തെ പുറത്താക്കാനും ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയൂ എന്നാണ് സഹോദരി പറയുന്നത്. എല്ലാ ഉത്തരങ്ങളും ഒരു പരിധിവരെ ശരിയാണ്. ഹല്ലേലൂയ. അപ്പോ നമുക്ക് എവിടൊക്കെയോ ബ്ലോക്കുകളുണ്ട് അല്ലേ? നമ്മള് ചില സമയത്ത് പൈപ്പിലൂടെയൊക്കെ വെള്ളം വരുമ്പോൾ ടാങ്ക് എല്ലാം ഫുള്ളാണ്. പിന്നെ നമ്മൾ പൈപ്പ് തുറന്നാൽ ചില സമയത്ത് വെള്ളം വരില്ല, ടാങ്ക് ഫുള്ളാണ് താനും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും? ഇടയിൽ എവിടെയോ ഈ പൈപ്പിൽ ബ്ലോക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ബ്ലോക്കിനെ മാറ്റും അല്ലേ? നമ്മൾ ഈ വാഷ് ബേസിലൊക്കെ പാത്രം കഴുകുന്ന സമയത്ത് സഹോദരിമാർക്കെല്ലാം അറിയാം, എന്തേലും കയറി അല്ലേ, വേസ്റ്റ് ഒക്കെ കയറി ഈ വാഷ് ബേസിലെ ആ പോകുന്ന ആ കുഴയിലയിൽ അടഞ്ഞ് കഴിഞ്ഞാല് വെള്ളം പിന്നെ പോവില്ല. ശരിയല്ലേ? അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ കുഴലാദ്യം വൃത്തിയാക്കണം. അല്ലെങ്കിൽ എങ്കിലേ ആ ഒരു ഫ്ലോ ഉണ്ടാകത്തുള്ളൂ, ആ ഒരു എന്താ പറയുക, ആ വെള്ളം അവിടെ നിന്ന് പോകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ എന്തൊക്കെയോ തടസ്സങ്ങൾ നമുക്ക് ദൈവവുമായി അടുക്കുന്നതിന് ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ ആദ്യം കണ്ടെത്തിയേ മതിയാകും. അത് പരിഹരിക്കണം. ദൈവവുമായി അടുത്തു വരാനുള്ള എൻ്റെ തടസ്സങ്ങൾ, ആ നിറവ് പ്രാപിക്കാനുള്ള തടസ്സങ്ങൾ എൻ്റെ മനസ്സിലെ ചിന്തകളാണോ, ഭാരങ്ങളാണോ,
നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്തെല്ലാമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറയുന്നത്. ആദ്യമൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴും പലപ്പോഴും നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മൾ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ആവേശത്തോടെ വായൊക്കെ ഇട്ട് പോയെങ്കിൽ ഇരിക്കും. പക്ഷെ ഉണ്ടല്ലോ, മിനിറ്റുകൾ കഴിയുമ്പോൾ നമ്മുടെ ചിന്ത എങ്ങ് മാറും അല്ലേ? ചിന്ത മാറിപ്പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തിനാണ് നമ്മളവിടെ വന്നിരുന്നത് പോലും നമ്മൾ മറന്നു. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ഈ ചിന്തകളും ഭാരങ്ങളും പ്രയാസങ്ങളും നിരാശകളും എല്ലാം വന്ന് ബ്ലോക്ക് ചെയ്ത് കളയും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ചിന്താ മണ്ഡലത്തെ ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പൊ എന്ത് പറ്റും? പരിശുദ്ധാത്മാവ് നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചാലും ഈ ബ്ലോക്ക് ഇരിക്കുന്നതുകൊണ്ട് അത് നമ്മുടെ ആത്മമണ്ഡലത്തിൽ നിന്ന് നമ്മുടെ ദേഹിയിലേക്ക് എത്തുന്നില്ല, നമ്മുടെ മനസ്സിലേക്ക് അത് വരുന്നില്ല. കാരണം എല്ലാം അവിടെ അടഞ്ഞിരിക്കുക സംഭവങ്ങളെല്ലാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റണം. പാപങ്ങൾ മാറ്റണം, നിരാശകൾ മാറ്റണം, പ്രയാസങ്ങൾ മാറ്റണം, അവിശ്വാസം മാറ്റണം, ഒരു പേടി നമ്മുടെ ജീവിതത്തിലുണ്ട് മാറ്റണം. ചിലർക്ക് അന്യഭാഷ കിട്ടാൻ ഏറ്റവും വലിയ പ്രശ്നം അവർ ഭയക്കുന്നുണ്ടാണ്. ഈ അഭിഷേകം വരുമ്പോ എനിക്ക് എന്തെങ്കിലും ഒക്കെ സംഭവിക്കുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. തെറ്റായി പോവും ഞാനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മളിലേക്ക് വല്ലാത്തൊരു ശക്തി വ്യാപരിക്കുമ്പോഴും നമ്മൾ പേടിച്ച് നമ്മൾ ചില കാര്യങ്ങൾ വായി വന്ന് ചില അന്യഭാഷകളൊക്കെ ചിലർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. അന്യഭാഷ സംസാരിക്കാനായിട്ട് ഇങ്ങനെ നാവ് വെമ്പൽ കൊള്ളുമ്പോഴും പേടിച്ചിട്ട് എന്ത് ചെയ്യില്ല, അവർ പറയില്ല. അങ്ങനെയൊക്കെയുള്ള ധാരാളം തടസ്സങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നിറവിലേക്ക് വരാൻ നമുക്കുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മുടെ കുറവുകൾ എന്ന് പറയുന്നത്. വേറെ കുറവുകളൊന്നുമില്ല. കാരണം ദൈവം നമ്മളെ പൂർണ്ണരാക്കിയിരിക്കുന്നവരാണ്. അപ്പൊ ഞാൻ പാപി ആയതുകൊണ്ട് എനിക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? പാപിയായ എന്നെ രക്ഷിക്കാനല്ലേ യേശു വന്നത്, അല്ലേ? അപ്പം പാപിയായ എന്നെ സൗജന്യമായി തന്റെ രക്തത്താലെ താൻ നീതീകരിച്ചു. ഇപ്പൊ നമ്മൾ ആരാണ്? ദൈവസന്നിധിയിൽ നീതിമാന്മാരാണ്. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള യോഗ്യത ഉണ്ട്. ശരിയാണല്ലോ ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. അപ്പോ നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം, വിശ്വസിക്കണം. എനിക്ക് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാനുള്ള യോഗ്യതയുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് താനും. പക്ഷേ എന്റെ മനസ്സിലേക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ എന്റെ വ്യക്തിത്വത്തിലേക്ക് പ്രവർത്തിക്കാൻ ഞാൻ പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാലേ അതിന് പ്രവർത്തിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഞാനായിട്ട് തന്നെ ഇരുന്നാൽ, ഇപ്പൊ അമൃത എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെ, എന്റെ പേരാണ്, ആ വ്യക്തിയുടെ പേരാണ് അമൃത. അപ്പൊ ഈ അമൃത തന്നെ ഈ ശരീരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയും അമൃത തന്നെ ചിന്തിക്കുകയും അമൃത തന്നെ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാവ് വെറുതെ ഇരിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് പരിശുദ്ധാത്മാവിന് അനുവാദം കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനുള്ള അനുവാദം കൊടുക്കണം. നമ്മുടെ പ്രവൃത്തികൾ ചെയ്യാൻ പരിശുദ്ധാത്മാവിന് അനുവാദം നമ്മൾ കൊടുക്കണം. പരിശുദ്ധാത്മാവേ, എന്റെ ചിന്തകളിലേക്ക് ഞാൻ അങ്ങേ അനുവദിക്കുന്നു, എന്റെ പ്രവൃത്തികളിലേക്ക് ഞാൻ അങ്ങേ അനുവദിക്കുന്നു, എന്നിലൂടെ ജീവിക്കാൻ ഞാൻ അങ്ങേ അനുവദിക്കുന്നു എന്ന് പറയുമ്പോഴേ പരിശുദ്ധാത്മാവ് ജീവിക്കാനായി തുടങ്ങുകയുള്ളൂ. പക്ഷെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് നമുക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല? അതിന്റെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ നമ്മിലൂടെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ ചിന്തകളാണ് നടപ്പിലാക്കുന്നത്. ശരിയല്ലേ സഹോദരങ്ങളെ? ഇതിപ്പോ ഇന്ന് ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് പുറത്തേക്ക് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാവും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ശരീരം ചെയ്യുന്നത്. ഏറ്റവും ആദ്യം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഈ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുകയും നിങ്ങൾ ബൈബിൾ എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അടുത്ത കാര്യം, സഹോദരിമാരാണെങ്കിൽ എങ്ങനെയായിരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കേണ്ടതെന്ന് അവർ ചിന്തിക്കുന്നുണ്ടല്ലേ? ചിന്തിച്ചിട്ടാണ് ചെയ്യേണ്ടത്, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആദ്യം എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അത് നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് വരണം. ശരിയല്ലേ? നമ്മുടെ ചിന്തയിലേക്ക് അത് വന്നാലേ നമുക്കത് ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്താൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ ശരീരത്തിൽ വരത്തുള്ളൂ. ശരിയാണല്ലോ? അപ്പൊ എനിക്ക് ഇവിടെ ഇരിക്കുന്ന ബൈബിൾ എടുക്കണമെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു, തലച്ചോറ് എൻ്റെ കൈക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, ബൈബിൾ എടുക്ക്. അപ്പോഴേ എനിക്ക് എടുക്കാൻ പറ്റും. തലച്ചോറ് പറയാണ് ബൈബിൾ എടുക്ക്, എന്നാൽ എൻ്റെ കൈ പറയാണ് എനിക്ക് സൗകര്യമില്ല. കൈ പറയുക, ഇവ എടുക്കാൻ പറ്റുമോ? പിന്നെ ഇല്ല.
ഇവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ പരിശുദ്ധാത്മാവ് ചിലതെല്ലാം പറഞ്ഞാലും നമ്മുടെ മനസ്സിന് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട്, ആ ചിന്തകളെ ഗ്രഹിക്കാൻ സാധിക്കാത്തത് കൊണ്ടും എന്താണ് പരിശുദ്ധാത്മാവ് എന്നോട് ചെയ്യാൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കിട്ടിയോ ഞാൻ പറഞ്ഞത്? അപ്പോ നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ വില്ലിനെ, ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ നമ്മുടെ ഇഷ്ടങ്ങളെയും കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. ഇപ്പോ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ദേഷ്യം വരികയാണെന്ന് വെക്കുക, എക്സാമ്പിൾ പറയുകയാണ്, ഒരു വ്യക്തി നമുക്കെതിരായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു കാര്യം ഒരു വ്യക്തി ചെയ്യുമ്പോൾ, ദേഷ്യം എല്ലാവർക്കും വരുന്ന ഒന്നാണ്, അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ എടുത്തത്. ദേഷ്യം വരികയാണെന്ന് വെക്കുക, അപ്പൊ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഈ ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരം തന്നെയല്ലേ, ഒരു വികാരം ഉണ്ടാവുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യും അല്ലേ? ഒരു വികാരം വരുമ്പോൾ നമ്മൾ പ്രതികരിക്കും. അപ്പോ നമ്മള് പ്രതികരിക്കാതെ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ, ഈ സാഹചര്യത്തെ അങ്ങ് കൈകാര്യം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ എന്ത് കിട്ടി? പരിശുദ്ധാത്മാവിനെ അവിടെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ അവിടെ നമ്മളല്ലല്ലോ പ്രവർത്തിച്ചത്. അപ്പൊ ഈ അവസരത്തെ നിങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നിങ്ങൾ കൊടുക്കുകയാൽ മാത്രമേ പരിശുദ്ധാത്മാവിന് നിങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ. മനസ്സിലായല്ലോ? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യത്തിലും പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴാകട്ടെ, പരിശുദ്ധാത്മാവെ, പ്രാർത്ഥിക്കാൻ അങ്ങ് സഹായിക്കണം, എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം, അല്ലേ? അങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചിട്ടിരിക്കാം. അപ്പൊ എൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും എല്ലാം നിയന്ത്രിക്കാൻ ഞാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. ഞാൻ നിയന്ത്രിക്കരുത്. ഞാൻ നിയന്ത്രിച്ചാ പോയി. അതുകൊണ്ടാണ് വചനത്തിൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞ, ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ യേശു നമ്മളിൽ ജീവിക്കാനായിട്ട് തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്താലോ? ഞാൻ എന്നെ തന്നെ അങ്ങ് കൺട്രോൾ ചെയ്യുകയാണെന്ന് വെക്കുക, അപ്പൊ ഞാനല്ലേ എന്നിൽ ജീവിക്കുള്ളൂ. യേശുവിന് ജീവിക്കാൻ പറ്റുമോ? കാരണം ഞാൻ പരിശുദ്ധാത്മാവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് എന്നെ കൺട്രോൾ ചെയ്താൽ മാത്രമേ യേശുവിന് എന്നിലൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ, എന്നിലൂടെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. എന്റെ കണ്ണുകൾ യേശുവിന് കൊടുത്താൽ നിങ്ങളുടെ കണ്ണുകളെ യേശുവിന്റെ കണ്ണായിട്ട് ഉപയോഗിക്കും. ഹല്ലേലൂയ. യേശു കാണുന്ന പോലെ നിങ്ങൾക്ക് കാര്യങ്ങളെ കാണാൻ പറ്റും. നിങ്ങളുടെ ചെവികളെ പരിശുദ്ധാത്മാവിന് കൊടുത്താൽ പരിശുദ്ധാത്മാവ് കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് കാര്യങ്ങളെ കേൾക്കാനും പ്രവർത്തിക്കാനും കഴിയും. നിങ്ങളുടെ കൈകളെ പരിശുദ്ധാത്മാവിന് കൊടുത്താൽ അനേകർ ഈ കൈയിലൂടെ സൗഖ്യമാവും. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നവരായിരിക്കണം. എന്റെ ചിന്തകളെ, എന്റെ വികാരങ്ങളെ, എന്റെ വിചാരങ്ങളെ, എന്റെ ശരീരത്തെ മുഴുവനായിട്ട് നമ്മൾ ആർക്ക് കൊടുക്കണം? യേശുവിന് കൊടുക്കണം. യേശുവിന്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം. എന്നിലൂടെ പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. ഏത് സാഹചര്യത്തിലും നമുക്ക് ഒരിക്കലും തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയാത്തത്? നിങ്ങൾ ഒരു കാര്യം മാത്രം സങ്കല്പിക്കുക. ഒരു വ്യക്തി മരിച്ചുപോയി എന്ന് വെക്കുക, മരിച്ചു, ഡെഡ് ബോഡിയായി ഇവിടെ ഇരിക്കുക. അയാൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? മരിച്ചുപോയി അല്ലേ? മരിച്ചുപോയ വ്യക്തിക്ക് സ്വന്തം തീരുമാനങ്ങൾ ഇല്ല. അപ്പോ നമ്മളെല്ലാവരും മരിച്ചവരാണ്, ശരിയാണോ? എപ്പോഴാണ് നമ്മൾ മരിച്ചത്? സ്നാനപ്പെട്ടപ്പോ. ശരി. യേശുവിനോട് കൂടെ ചേർന്നപ്പോ നമ്മൾ മരിച്ചു. അങ്ങനെ ഒരു വചനം ബൈബിളിലുണ്ടോ? നമ്മൾ മരിച്ചതായിട്ട് ഉണ്ട്. എവിടാണ്? നമ്മൾ പുതിയ സൃഷ്ടിയായി തീർന്നപ്പോൾ നമ്മൾ മരിച്ചു എന്ന് പറയുന്നത് എവിടാണുള്ളത്? അറിയാമോ? പറയാമോ ആർക്കെങ്കിലും? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊന്ന് എടുത്ത് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം. അതിന്റെ 15-16 വാക്യങ്ങൾ. എല്ലാവർക്കും വേണ്ടി, അതോട്ട് വായിക്കണേ. 14. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. 14-ാം വാക്യം മുതൽ. എല്ലാവർക്കും വേണ്ടി
ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന്. നമുക്ക് നിർത്തി വായിക്കാം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അതാരാണ് എല്ലാവർക്കും വേണ്ടി മരിച്ച ഒരാള്? യേശു. ഓക്കെ, അത് സമ്മതിച്ചു. എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചിരിക്കെ അടുത്ത ഭാഗം എല്ലാവരും മരിച്ചു എന്ന്. മതി. അപ്പൊ എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചിരിക്കെ എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു മരിച്ചത് കൊണ്ട് നമ്മൾ എല്ലാവരും എന്താണെന്ന് മരിച്ചു. അപ്പൊ നമ്മളെല്ലാം മരിച്ചവരാണ്. അങ്ങനെ നിങ്ങളെ തന്നെ എണ്ണിയാലേ പരിശുദ്ധാത്മാവിന് നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ നടക്കില്ല. എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് ചാടി റൈസ് ചെയ്ത് മൊത്തം പ്രശ്നം ഉണ്ടായിക്കളെ. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെയാണ് സകല യേശുവിനെ അറിയുന്ന കുടുംബങ്ങളിലും ഈ മരണം നടക്കാത്തത് കൊണ്ടാണ് ഇന്നും അടിയും വഴക്കും പ്രശ്നങ്ങൾ. മനസ്സിലാവുന്നുണ്ട്? അവരാരും മരിച്ചിട്ടൊന്നുമില്ല, യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് അവർ മരിക്കാൻ തയ്യാറല്ല. മനസ്സിലാവുന്നുണ്ടോ? യേശുവിനെ അറിയാമോ? പിന്നെ അറിയാം. ക്രിസ്ത്യാനിയാണോ? ആണ്. ചർച്ചിൽ പോകുന്നുണ്ടെന്നേ. സ്നാനപ്പെട്ടതാണോ? സ്നാനമൊക്കെ പെട്ടതാ. പക്ഷെ മരിച്ചോ? ഇല്ല. അവിടാണ് കാര്യം. പക്ഷെ അവരൊന്നും മരിക്കാൻ തയ്യാറല്ല. എന്തുകൊണ്ടാ? മരിച്ചാൽ സ്വന്തം ഇഷ്ടം ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ മരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഇന്ന് ഒത്തിരിയേറെ കുടുംബങ്ങൾക്കകത്ത് നമ്മൾ കാണുന്നതും യേശുവിന്റെ ഇഷ്ടങ്ങളൊന്നും ആർക്കും ചെയ്യാൻ പറ്റാത്തത്. മരിക്കാത്ത ഒരുവൻ അവന്റെ ഇഷ്ടങ്ങൾ തന്നെ ചെയ്യും. ശരിയല്ലേ ഞാൻ പറയുന്നത്? മരിക്കാത്ത ഒരുവനാണെങ്കിൽ അവന്റെ ചിന്ത, അവന്റെ വികാരങ്ങൾ, അവന്റെ ജീവിതം അങ്ങനെയായിരിക്കും. എന്നാൽ നമ്മൾ യേശുവിൽ മരിച്ചവരാണ് എങ്കിൽ പിന്നെ നമുക്ക് ചിന്തയില്ല, നമ്മുടെ പ്രവൃത്തിയില്ല, നമ്മുടെ ഇഷ്ടങ്ങളുമില്ല. ഡെഡ് ബോഡി ആയിരിക്കുന്ന ആൾക്ക് എന്ത് ഇഷ്ടം? എന്തേലും ഇഷ്ടമുണ്ടോ? ഇല്ല. ഇവിടെ ഡെഡ് ബോഡി വെച്ചിരിക്കുമ്പോ ഇവിടെ ഒത്തിരി ചൂടാണ്, എന്നെ ഐസുള്ള മോർച്ചറിക്കകത്ത് വെക്കുമെന്ന് ഡെഡ് ബോഡി പറയും? ഇല്ലല്ലേ? എവിടെ വെച്ചാലും അവ ഇരിക്കും. ഏത് സാഹചര്യത്തിലും അവൻ ജീവിക്കും. ഏത് വഴക്കാളികളുടെ ഇടയിൽ കൊണ്ടിട്ടാലും അവൻ ജീവിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? ഹി ഈസ് ഡെഡ് ഇൻ ക്രൈസ്റ്റ്. മരിച്ചു. മരിച്ചാലേ യേശുവിന്റെ ജീവൻ നിങ്ങളിൽ വെളിപ്പെടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങൾ? നിങ്ങളും ഞാനും മരിച്ചാൽ മാത്രമേ നമ്മുടെ ഇഷ്ടങ്ങൾ മരിക്കുന്നുള്ളൂ, നമ്മുടെ വികാരങ്ങൾ മരിക്കണം. ദേഷ്യം, കോപം, ക്രോധം, അല്ലേ? ഒത്തിരി നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ട്, അറിയാം അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതെല്ലാം വേണ്ടെന്ന് വെച്ചാൽ എവിടെന്നോ ഇവൻ തലമുക്കി വരും. പിന്നെ ശരിയല്ലേ? ഈ ദേഷ്യപ്പെടണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട, സംസാരിക്കണ്ട, ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില സാഹചര്യങ്ങൾ ഇവൻ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ മരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് തന്നെ സ്വയം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം, ഞാൻ യേശുവിൽ മരിച്ചവനാണ്. ഞാൻ യേശുവിൽ മരിച്ചവനാണ്. എന്റെ മനസ്സേ, നീ പറയുന്ന പോലെ ഞാൻ കേൾക്കത്തില്ല. എന്റെ ശരീരമേ, നീ പറയുന്ന പോലെ ഞാൻ കേൾക്കത്തില്ല. കാരണം എന്താണ്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചിരിക്കുന്നു എന്നും. അടുത്ത വാക്യം, ഇനി ജീവിക്കുന്നവർ വായിച്ചോ. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. ഇപ്പൊ നമ്മളിപ്പോ ജീവിക്കുന്നുണ്ട് ഈ ഭൂമി, ശരിയല്ലേ? അപ്പൊ ഇനി നമ്മൾ ജീവിക്കുന്നെങ്കിൽ എങ്ങനെ ജീവിക്കണം? നമുക്ക് വേണ്ടി ജീവിക്കരുത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കരുത്. പിന്നെ ആർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങണം? തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവന് വേണ്ടി. ഹല്ലേലൂയ. ആരാണ് നമുക്ക് വേണ്ടി മരിച്ചുയർത്ത ആള്? യേശു. അതാ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് വന്നത്. നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കണം? യേശുവിന് വേണ്ടി ജീവിക്കണം. എന്നാൽ ഇന്ന് അത് ആർക്കെങ്കിലും ഇഷ്ടമാണോ? ആന്റി പറയല്ലെന്ന്, സത്യം. ആർക്കും ഇഷ്ടമല്ല. നമ്മുടെ ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയാ നോക്കുന്നത്, ശരിയല്ലേ? അതാണ് നമുക്ക് ആത്മീകമായിട്ടുള്ള ഒരു വളർച്ച ലഭിക്കാത്തതിന് പ്രധാനമായ കാരണം. യേശുവേ, അങ്ങ് എന്നിൽ ജീവിക്കണമേ എന്ന് എവിടെ നിങ്ങൾ പറയുന്നുണ്ടോ, യേശു എന്നിൽ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ചിലത് ത്യജിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ
അവിടെ യേശു നിങ്ങളിൽ വെളിപ്പെടും. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളിൽ വെളിപ്പെടും. നിങ്ങൾ കരങ്ങൾ വെക്കുമ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ പോലും രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ നമ്മിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക്, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് നമ്മളിലൂടെ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ എല്ലാ ചിന്തകളെയും യേശുവിന്റെ നാമത്തിൽ ക്രൂശിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ എല്ലാ വികാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ക്രൂശിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ അവയവങ്ങളെല്ലാം യേശുവിന്റെ കരങ്ങളിലോട്ട് സമർപ്പിച്ചേ പറ്റത്തുള്ളൂ. വേണ്ടാത്തത് നാവ് പറയുന്നുണ്ടെങ്കിൽ നാവിനെ അടിമയാക്കി അവിടെ വെച്ചേ പറ്റത്തുള്ളൂ. നീതിയുടെ ഒരു ആയുധമായിട്ട് നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം എന്താണ്? നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് നമ്മളല്ല. ആ ബോധ്യം എന്നിലും നിങ്ങളിലും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യേശുവിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാനായിട്ട് തയ്യാറാകുന്നത്. കാരണം ഞാൻ യേശുവിനോടൊപ്പം മരിക്കുകയും വചനം പറയുന്നു, ഞാൻ ഇനി ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്കായി മരിച്ചുയർത്ത സർവശക്തനായ യേശുവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോ നിങ്ങൾ പറഞ്ഞുകൊണ്ടേ പോകണം, ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എന്റെ കുടുംബത്തിന് വേണ്ടിയല്ല, ഞാൻ ജീവിക്കുന്നത് എന്റെ യേശുവിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ, ഓരോ നിമിഷവും നിങ്ങൾ അങ്ങനെ പറയാനായിട്ട് തുടങ്ങുമ്പോൾ, ആ വലിയ മഹത്വം നിങ്ങളിൽ വ്യാപരിക്കുന്നത് നിങ്ങൾ അറിയും. ആ സാന്നിധ്യം വ്യാപരിക്കുന്നത് നിങ്ങൾ അറിയും. ഞാനോ നിങ്ങളോ ഈ ശരീരത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ഒരിക്കലും ആ ദൈവ സാന്നിധ്യത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അനുഭവിക്കാനായിട്ട് കഴിയില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഈ ലോകത്തേക്ക് ഇറങ്ങുമ്പോഴോ നമ്മളെല്ലാം പ്രാക്ടിക്കലായിട്ട് പഠിക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെയും നിങ്ങൾ ലോകത്ത് പോകുമ്പോഴോ ഒത്തിരി പ്രശ്നങ്ങളല്ലേ, ഒത്തിരി വിഷയങ്ങൾ. നമുക്ക് ചുറ്റും നിൽക്കുന്നവരൊന്നും യേശുവിനെ അറിഞ്ഞിട്ടുമില്ല. അപ്പൊ അവരെല്ലാം നമ്മളോട് പെരുമാറുന്നത്, ഇതെല്ലാം വരുമ്പോ നമ്മളങ്ങ് വീണ്ടും തളർന്നു പോകും. ശരിയല്ലേ ഞാൻ പറയുന്നത്? തളർന്നു പോകും. അകത്ത് മരിച്ചതാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയെങ്കിലും അവിടെ എത്തുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളുടെ നടുവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഈ ചിന്തിച്ചതും ധ്യാനിച്ചതും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുകയും ലോകത്തിലെ മുള്ളുകളെല്ലാം കൂടെ വന്ന് നമ്മളെ ഞെരുക്കി കളയും ചെയ്യുന്നതുകൊണ്ട് പിന്നെയും ഫലം കൊടുക്കാൻ പറ്റില്ല. ശരിയല്ല സിസ്റ്ററെ പറയുന്നേ? പിന്നെയും നമുക്ക് പഴയ ഒരവസ്ഥ തന്നെ. നമുക്ക് ദൈവത്തോട് വീണ്ടും അടുക്കാൻ കഴിയുന്നില്ല. വീണ്ടും നമ്മൾ പഴയ മനുഷ്യനിലാകുകയും പിന്നിലോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കാനായിട്ട് തയ്യാറാകണം. എന്ത്? എനിക്കായി എൻ്റെ യേശു മരിച്ചതുകൊണ്ട് ഞാൻ യേശുവിനോടുകൂടെ മരിച്ചു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, പൗലോസ് പറയുന്ന പോലെ ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. പക്ഷെ ഞാൻ ഈ ശരീരത്തിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ടല്ലോ. എന്തിനാണ്? ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യാൻ. വേറെ ഒരു റോളും എനിക്കില്ല. ഹല്ലേലൂയ. നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോഴേ അവിടെ പോയിട്ട് കർത്താവേ, ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ജീവിച്ചു, കുഞ്ഞിന് വേണ്ടി ജീവിച്ചു, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചു, ഞാൻ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ജീവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നടക്കുമോ? എന്തുകൊണ്ടാണ്? വചനം പറയുന്നു നീ എനിക്ക് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. അവിടാണ് നമ്മുടെ പ്രശ്നം. ഹല്ലേലൂയ. വചനം എന്ത് പറയുന്നു? നമ്മൾ യേശുവിന് വേണ്ടി ജീവിക്കണം. നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ, മറ്റ് നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും യേശുവിനെ അറിയാനായിട്ടിടയാവും. നമ്മൾ യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ കേട്ടോ, നമ്മൾ യേശുവിന്റെ പിന്നാലെ നിൽക്കുമ്പോൾ നമ്മുടെ പിന്നാലെ നമ്മുടെ ബന്ധുക്കളും ബന്ധുമിത്രാദികളും കുടുംബക്കാരും എല്ലാം വരും. നിങ്ങളൊന്നും പറയേണ്ട ആവശ്യം പോലുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ എന്ന വ്യക്തി മരിക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം കർത്താവിന് വേണ്ടി നമ്മൾ ത്യജിക്കാനായിട്ട് തയ്യാറാകണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ആ ക്രൂശിൽ നമ്മളെ തന്നെ നമ്മൾ മരിച്ചവരായി കാണുകയും യേശുവിനോടുകൂടെ ഞാനും ആ ക്രൂശിൽ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പാപിയായിരുന്ന ആളല്ലേ, ആ ക്രൂശിൽ ഞാനും ഉണ്ടായിരുന്നു. ഇപ്പോ ഞാൻ പുതിയ സൃഷ്ടിയായി തീർന്ന ആളാണ്. ആ പഴയ മനുഷ്യനല്ല. ദേഷ്യമുള്ള ആളല്ല, കോപമുള്ള ആളല്ല, വേണ്ടാത്തത് ചെയ്യുന്ന ആളല്ല, വേണ്ടാത്തത് പറയുന്ന ആളല്ല, ദുശീലങ്ങളുള്ള ആളല്ല. ഇപ്പൊ ഞാൻ മാറിയില്ലേ? ജഡത്തിലായിരുന്നപ്പോ, പുതിയ മനുഷ്യനല്ലാതിരുന്നപ്പോ ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ചു യേശുവിനെ അറിയുന്നതിന് മുമ്പേ. പക്ഷേ ഇന്നും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞിട്ടും അനേകർ ഇന്നും ജഡത്തിൽ തന്നെ ജീവിക്കുന്നവരുണ്ട്. സ്വന്തം മനോവികാരങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും എല്ലാം ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല? ദൈവ സാന്നിധ്യം അവരിൽ ഇരിപ്പുണ്ടെങ്കിലും അറിയാൻ കഴിയില്ല. നമ്മൾ ചിലപ്പോൾ ഈ ആരാധിക്കുമ്പോഴൊക്കെ പാട്ടുകളൊക്കെ പാടുമ്പോഴും വേറെ കാര്യങ്ങൾ ചിന്തിച്ച് പാടാറുണ്ട് അല്ലേ? അറിയാതെ ചിന്തകളൊക്കെ വരില്ലേ?
മുമ്പേക്ക് ആരാധിക്കുമ്പോഴൊക്കെ ഞാൻ ഈ പാട്ട് പാടുമ്പോൾ ബുക്കിൽ നോക്കി പാടിയാലും വേറെ ചിന്തകൾ വന്നിട്ടുണ്ട് കേട്ടോ, പരിശുദ്ധാത്മാവിനൊക്കെ നിറയുന്നതിന് മുമ്പേ. അപ്പൊ പാടുമ്പോൾ ആരാധിക്കുമ്പോഴും എന്റെ മനസ്സ് ദൈവ സാന്നിധ്യത്തെ കടത്തി വിടുന്നില്ല. ഇവിടെ ഒരു ബൾബ് കിടക്കുന്നുണ്ടല്ലേ, ഞാൻ ആ ബൾബില് കുറച്ച് കരിയില കൊണ്ടുപോയി കവർ ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ വെളിച്ചം വരുമോ? ഇല്ല. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന പ്രകാശത്തെ നശിപ്പിച്ച് കളയുന്നത് നമ്മുടെ ഉള്ളിൽ പിശാച് തരുന്ന ചിന്തകൾ, വേണ്ടാത്ത പ്രവൃത്തികൾ, നിരാശകൾ, ഭാരങ്ങൾ, ഇതെല്ലാം കൂടെ വെളിച്ചത്തെ കവർ ചെയ്ത് കളയും. ആത്മാവിൽ വെളിച്ചം വന്നിട്ടുണ്ട്, പക്ഷെ നമ്മളിലൂടെ അത് പുറത്തേക്ക് വരുന്നുമില്ല. നമ്മുടെ ബോഡിയിൽ ആ സാന്നിധ്യത്തെ എക്സ്പീരിയൻസ് ചെയ്യാനും അനുഭവിക്കാനും ഒന്നും നമുക്ക് കഴിയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ചിന്തകൾ പോകാൻ അനുവദിക്കരുത്. നമ്മൾ വിചാരിച്ചാലത് നടക്കും. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ പോകാൻ അനുവദിക്കരുത്. ഞാൻ പാടുന്ന വരികളുടെ അർത്ഥം മനസ്സിലാക്കി ഞാൻ കർത്താവിനെ ആരാധിക്കണം. ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അധരം കൊണ്ട് എന്തെങ്കിലും പറയും, പക്ഷെ ചിന്ത വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും. ശരിയല്ലേ? അത് നമ്മൾ മാറ്റണം. പതുക്കെ പതുക്കെ പറ്റത്തുള്ളൂ. ഈ ചിന്ത ഇങ്ങോട്ട് വരുന്നതും യേശുവിന്റെ നാമത്തിൽ ഈ ചിന്തകളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവിന്റെ ആ സന്നിധിയിൽ ഇരുന്ന് നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്ന് ഈ ചിന്തകളെല്ലാം മാറ്റിവെക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. ഇനി അന്യഭാഷ പറയുന്നവരുണ്ട്. റേഷ്മന അർഹൂലത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വേറെ ചിന്ത. അങ്ങനെ പറയുമ്പോ എന്ത് ചെയ്യും? എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല. അപ്പൊ ഇനി അന്യഭാഷ വരം ലഭിച്ചവർക്ക് അനേകരോട് ദൈവം സംസാരിക്കുന്നുണ്ട്. അനേകർക്ക് അന്യഭാഷ മനസ്സിലാകാനുള്ള വരവുണ്ട്. പക്ഷെ മനസ്സിലാകാത്തതിന് കാരണം എന്താണെന്ന് അറിയാമോ? അപ്പൊ ഏകാഗ്രമായിട്ട് നമ്മൾ ഇരിക്കുന്നില്ല. എന്തൊക്കെയോ നമ്മളങ്ങ് പറയുന്നുണ്ട്, ഹല്ലേലൂയ സ്തോത്രം എല്ലാം പറയുന്നുണ്ട്, പക്ഷെ എന്തോ പറയാനായിട്ട് ആ ഒരു ടച്ച് കിട്ടുന്നില്ല ദൈവമായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ചിന്തകൾ ഇങ്ങനെ പാറി പറന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ. പാറി പറന്ന് കളിക്കുന്ന പട്ടത്തെ നൂലിൽ പിടിച്ച് നിയന്ത്രിക്കുന്ന പോലെ നമ്മുടെ മനസ്സിനെ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സാന്നിധ്യത്തെ അനുഭവിക്കാൻ പറ്റും. ആ പ്രസൻസിനെ, ആ സാന്നിധ്യത്തെ വഹിച്ച് നടക്കാൻ പറ്റും. ഓരോ നിമിഷവും നിങ്ങൾ നടക്കുമ്പോൾ പറയണം, ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഒരു 10 പ്രാവശ്യം നിങ്ങൾ ദിവസവും ഇത് പറയുന്നെങ്കിൽ നിങ്ങൾ സാന്നിധ്യം വഹിക്കുന്നവരായിത്തീരും. ഹല്ലേലൂയ. ഒരു 10 പ്രാവശ്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഏറ്റവും ചുരുങ്ങിയത് 10 പറയണം. ഏറ്റവും കൂടിയത് ഒരു 500 പ്രാവശ്യമെങ്കിലും പറയണമെന്ന് ഞാൻ പറയും. കാരണം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം, ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന്. ഹല്ലേലൂയ. അപ്പോ എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയാണ്. യേശു എന്നിലൂടെ ജീവിക്കുന്നു. ഓരോ സെക്കൻഡിലും പറയണം, ഓരോ പ്രതികൂലം വരുമ്പോഴും പറയണം, യേശു എന്നിലൂടെ ജീവിക്കുന്നു. കർത്താവേ, ഈ പ്രശ്നത്തെ അങ്ങ് കൈകാര്യം ചെയ്യണമേ. ഹല്ലേലൂയ. ഈ വിഷയത്തെ എന്റെ ദൈവം കൈകാര്യം ചെയ്യണമേ. ഈ പ്രതിസന്ധി എന്റെ യേശു കൈകാര്യം ചെയ്യണമേ. അവനിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ഇടവരില്ല. എന്തു പ്രശ്നം വന്നാലും നിങ്ങൾ ഇത് പറയുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കാണും. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് ഓരോ നിമിഷം തോറും നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഇത് ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല. നിങ്ങൾ ഇന്ന് പറഞ്ഞ ഉടനെ മുഴുവനും എല്ലാം നടക്കുന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഓരോ ദിവസവും ഓരോ പ്രവൃത്തി നിങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും പറയണം, പരിശുദ്ധാത്മാവേ ഇതങ്ങ് ചെയ്യണമേ. ഹല്ലേലൂയ. ഒരു പ്രശ്നം ഇങ്ങോട്ട് മുന്നിൽ വരിക, കുറെ പേര് എന്തൊക്കെയോ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾ അവിടെ സംസാരിച്ചേ മതിയാവൂ എന്ന് തോന്നുമ്പോൾ പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കണം. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ളത് അങ്ങന്റെ അധരങ്ങളിൽ തരണമേ. ഹല്ലേലൂയ. എങ്ങനെയാ ഞാൻ ഈ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത്? നമുക്ക് എല്ലാ വിഷയത്തിനും മിണ്ടാതിരിക്കാൻ പറ്റുമോ? ചില വിഷയങ്ങൾക്കെല്ലാം സംസാരിച്ചല്ലേ പറ്റൂ അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഞാൻ അവരോട് സംസാരിക്കേണ്ടത്? നിങ്ങൾ പറയുന്ന ഒരു വാക്കുപോലും ആ വ്യക്തിയെ ചിലപ്പോൾ മാനസാന്തരപ്പെടുത്താം. നിങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ സംസാരിക്കുമ്പോൾ. അല്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലോ ഒതുക്കി എങ്ങനെയും തീരേണ്ട പ്രശ്നത്തിന് വെട്ടുകത്തി എടുക്കുന്നവരെ എത്തിച്ചേരും. മനസ്സിലായോ? അതാ നമ്മുടെ സ്വയവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നിങ്ങൾ ഓരോ ചിന്തകളെയും നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ അനുവദിക്കുക. എല്ലാ കാര്യത്തിനും പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുവദിച്ചു തുടങ്ങുമ്പോ, എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൂടെ അനുവദിച്ചു തുടങ്ങുമ്പോ യേശു നിങ്ങളിൽ ജീവിക്കുകയും നിങ്ങളുടെ സ്വയം പതിയെ 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 താണ് ഡെഡ് സ്റ്റേറ്റിലേക്ക് വരികയും ചെയ്യും.
പിന്നെ നിങ്ങളെ യേശു പറയുന്ന പോലെ ഒരു കാരണത്ത് നിങ്ങളെ അടിച്ചാലും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം എന്താണ്? അകത്തിരുന്ന് ഒരുത്തൻ ചാടി കുതിച്ച് വന്നുകൊണ്ടിരുന്നില്ലേ സ്വയം എന്ന് പറയുന്ന ഞാൻ, അവൻ ഓരോ ദിവസവും താണ് പോകും. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, യേശു എന്നിൽ വളരണം, ഞാനോ കുറയണം. അങ്ങെന്നിൽ വളരട്ടെ, ഞാൻ കുറയട്ടെ. ഈ പ്രോസസ്സാണത് കേട്ടോ. ഓരോ നിമിഷവും നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് യേശു എന്നിൽ ഉണ്ടെന്നുള്ള ചിന്തയോടെ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കുകയും നിങ്ങളുടെ ചിന്തയും വികാരങ്ങളും ഒക്കെ പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യാനും തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും. അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ആള് മാറിയതുപോലെ നമ്മൾ മാറും. അല്ലേ? അങ്ങനെ മാത്രമേ മാറൂ. അല്ലാതെ ഉപദേശം കൊണ്ട് നമ്മൾ നന്നാവുമായിരുന്നെങ്കിൽ എന്നേ നന്നാവേണ്ടായിരുന്നു. ശരിയല്ലേ? എന്തോരം ഉപദേശങ്ങൾ കേൾക്കുന്നില്ലേ സിസ്റ്ററെ? ചർച്ചിൽ പോയിരുന്നാലും നമ്മൾ കേൾക്കുന്നുണ്ട്, ഭവനത്തിലും കേൾക്കുന്നുണ്ട്, നമ്മുടെ അടുക്കൽ വരുന്നവരെല്ലാവരും നമ്മളെ അങ്ങ് ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കിയിട്ട് ഒന്നും ശരിയാകുന്നില്ല. അല്ലേ? അതുകൊണ്ടാ പറയുന്നത്, ഉപദേശിച്ച് നന്നാക്കാൻ മനുഷ്യനെ പറ്റാത്തത് കൊണ്ടാ പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. മനസ്സിലാക്കുന്നുണ്ടോ? ഈ ആത്മാവിനെ അനുസരിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരണം. ഒറ്റ ദിവസം കൊണ്ട് ആത്മാവിനെ കേൾക്കാനും അനുസരിക്കാനും കഴിയില്ല. ഓരോ ദിവസവും നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാമോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എത്ര പേർക്ക് മനസ്സിലായി? എങ്ങനെയാണ് നമുക്ക് ആ സാന്നിധ്യത്തെ നമ്മിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്ന് മനസ്സിലായോ? സ്തോത്രം. അപ്പൊ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നിങ്ങളിൽ ഇരിപ്പുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് അനുഭവിക്കാനായി കഴിയുന്നില്ല. അത് അനുഭവിക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുക. കർത്താവേ, നല്ല സമയത്തിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ അടുക്കലേക്ക് വരികയാണ്. കർത്താവേ, എല്ലാവരും പറഞ്ഞാട്ടെ, അപ്പാ, എന്റെ ചിന്തയെയും എന്റെ വികാരങ്ങളെയും എന്റെ പ്രവൃത്തികളെയും എന്റെ ഇഷ്ടങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ഇന്നു മുതൽ അതിനെല്ലാം എൻ്റെ യേശു നിയന്ത്രിക്കുമാറാകണം. ഓരോ നിമിഷവും അങ്ങെന്നിൽ ജീവിക്കുകയും ഞാൻ എന്ന വ്യക്തി മരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ഇഷ്ടം ചെയ്യാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാനും എന്നെ അങ്ങ് സഹായിക്കണമേ. ഇന്നു മുതൽ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ കൺട്രോൾ ഞാൻ അങ്ങയിലേക്ക് തരികയാണ്. എൻ്റെ കുടുംബത്തിന്റെ കൺട്രോൾ ഞാൻ അങ്ങയെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഉപയോഗിച്ചാട്ടെ, അങ്ങയുടെ രാജ്യത്തിനായി ഉപയോഗിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്നു മുതൽ അങ്ങേക്കായി ജീവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്ന പോലെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അതുപോലെ പുതിയൊരു ജീവിതം യേശു എന്നിൽ ജീവിക്കുന്ന അവസ്ഥ എന്നിൽ വെളിപ്പെട്ടു വരുവാനായിട്ട് എന്റെ കർത്താവ് സഹായിക്കണം. ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ ഞാൻ ആസ്വദിക്കുവാനായിട്ട് എന്റെ ശരീരത്തിൽ അത് വഹിക്കുവാനായിട്ട് ദൈവം എന്നെ അനുവദിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. അതെനിക്ക് മനസ്സിലാകട്ടെ കർത്താവേ, അതെനിക്ക് അനുഭവിച്ചറിഞ്ഞേ മതിയാകും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ. അപ്പ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ആ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ദൈവ പ്രവൃത്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവെ അങ്ങ് ഇറങ്ങി വസിക്കുകയും അവരുടെ ചിന്തകളെയും പ്രവൃത്തികളെയും, മൈൻഡ്, വിൽ, ഇമോഷൻസിനെ എല്ലാം എന്റെ കർത്താവ് നിയന്ത്രിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തിന്റെ കൺട്രോളിനെ അങ്ങ് ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇതിനൊന്നും യോഗ്യതയുള്ളവരല്ല. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് ആ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അങ്ങയുടെ മക്കളാക്കി തീർത്ത്, ഞങ്ങളെ യോഗ്യരാക്കി തീർത്ത്, പുത്രത്വത്തിന്റെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ പകർന്ന്, ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ ഞങ്ങളുടെ ഉള്ളിൽ പകർന്ന്, അക്ഷയമായ നിധിയെ ഞങ്ങളുടെ ഉള്ളിൽ പകർന്ന്, ആ നിക്ഷേപ മൺപാത്രത്തിൽ അങ്ങ് വെച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഇനി വചനം കേട്ട എല്ലാ മക്കളെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവർ ഇനി മുതൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരായി ഓരോ ദിവസവും തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.